എനിക്കേ ഈ കല്യാണത്തിന് മുമ്പുള്ള ലൈഫ് നല്ല അടിപൊളിയായിരുന്നല്ലേ. കല്യാണം കഴിക്കണ്ടെന്നൊന്നുമല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. രാവിലെ എണീക്കുമ്പോൾ തന്നെ ഉമ്മച്ചീൻ്റെ നാസ്ത, ഉമ്മച്ചിയുടെ ചായ, ഉമ്മച്ചിയുടെ അവിളി ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ കല്യാണം കഴിഞ്ഞപ്പോൾ നമ്മൾ തന്നെ എണീക്കണം, നമ്മൾ തന്നെ നാസ്ത ഉണ്ടാക്കണം, നമ്മൾ തന്നെ ഫുഡ് ഉണ്ടാക്കണം. അതൊരു പ്രത്യേക ഒരു ഫീൽ തന്നെയാണ്. എന്നാലും ചില ദിവസങ്ങളിൽ ഭയങ്കര മിസ്സിങ് ആയിരിക്കും കേട്ടോ. വീട്ടിലോട്ടുള്ള പഴയ കാര്യങ്ങളും ചെറുതിലെയുള്ള കാര്യങ്ങളും ഒരു ഭയങ്കരമായ മിസ്സിങ്ങാണ്. പിന്നെന്താ പറയുക, കല്യാണം കഴിഞ്ഞിട്ടുള്ള ലൈഫ് അത്ര ബോറടി എന്നൊന്നുമല്ല കേട്ടോ പറയണത്. അതൊരു വേറെ എൻജോയ്മെൻറ്റ്, ഇതൊരു വേറെ എൻജോയ്മെൻറ്റ്. പിന്നെ ചില നേരത്ത് വയ്യാണ്ടൊക്കെ ആവുമ്പോൾ ഓർക്കും, വീട്ടിലായിരുന്നെങ്കിൽ എന്ത് രസമല്ലേ, ഉമ്മച്ചീൻ്റെ ഫുഡ്, ഉമ്മച്ചി ഉണ്ടാക്കണ കാര്യങ്ങൾ. പിന്നെ എൻ്റെ വീട് പരിസരമൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും കേട്ടോ. പിന്നെന്താ പറയുക, കല്യാണം കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ എന്താ പറയുക, ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കല്യാണം കഴിഞ്ഞൊരു കുട്ടിയായി, ഇനിയിപ്പോൾ എന്ത് പറയാനാ, ഒന്നും പറയാൻ പറ്റില്ല. അപ്പം നമുക്ക് ആദ്യത്തിൽ അങ്ങോട്ട് തെന്നിപ്പോയി. ഇന്ന് ഞായറാഴ്ച കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച ദിവസം ഞാൻ എണീറ്റാ കേട്ടോ. ഇപ്പം ഈ മടി, ഇപ്പം ഈ പറയാനുള്ള കാരണം വേറൊന്നുമല്ല, ഞായറാഴ്ച ദിവസം മുതൽ ശനി വരെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ദിവസം കേട്ടോ. എന്താ കാരണം, ശനിയാഴ്ച വരെയും രാവിലെ എണീക്കണം, ഞായറാഴ്ച ആകുമ്പോൾ രാവിലെ എണീക്കേണ്ട, ഇക്കാക്കെ വീട്ടിലുണ്ടാവും, നേരം വൈകി എണീക്കുക, കഥകൾ പറയാൻ, സന്തോഷമായിട്ട് ഇങ്ങനെ ഇരിക്കുക. പക്ഷേ തിങ്കളാഴ്ച മുതൽ ശനി വരെ ഇക്ക ജോലിക്ക് പോലും, ജോലിക്ക് തിരക്കും, പിന്നെ രാത്രി ഔട്ടോ വരുമ്പോൾ അപ്പോൾ ഭയങ്കര ബോറടി ആയിരിക്കും. പിന്നെ ഞാനും അതിനെക്കുട്ടിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഭയങ്കര ബോറടി ആയിരിക്കും. പിന്നെ എന്താ ചെയ്യുക, അപ്പം നമ്മൾ നാസ്തക്ക് ഓട്ടട കേട്ടോ, ഓട്ടട ഉണ്ടാക്കാമെന്ന് ഓർത്തു. പിന്നെ രാവിലെ എണീറ്റപ്പോൾ തന്നെ അതിനെക്കുട്ടിയുള്ള പാലാദ്യം കാച്ചി. അല്ലെങ്കിൽ അവൾ പറയും, ഉമ്മി എനിക്ക് ചായതാ, ഉമ്മി ചായതാ, ഉമ്മി എന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളമായിരിക്കും. അപ്പം അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ചായക്കുള്ള പരിപാടിയൊക്കെ കഴിച്ചു വെച്ചു. പിന്നെ ഇന്ന് ഓട്ടട ഉണ്ടാക്കാമെന്ന് ഓർത്തിട്ട്, അപ്പോൾ സിമ്പിളാണ്. മടി പിടിച്ച ദിവസം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒന്നാട്ടോ ഓട്ടട. അപ്പോൾ വേഗം കഴിയുകയും ചെയ്യും, പാല് മാത്രം പിഴിഞ്ഞാൽ മതി, കറി വേറെ അന്വേഷിക്കേണ്ട. അപ്പോൾ എന്താ, അപ്പം അത്രയേ ഉള്ളൂ കേട്ടോ. പാലൊക്കെ പിഴിഞ്ഞ് തേങ്ങയൊക്കെ പൊട്ടിച്ച് തേങ്ങയൊക്കെ ചിരണ്ടി എല്ലാം കഴിഞ്ഞ് തേങ്ങ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് അടിക്കാൻ നോക്കണം. അപ്പോൾ സിമ്പിളാണല്ലോ, ഇങ്ങനെ പിഴിഞ്ഞെടുക്കണേക്കാളും നല്ല ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് കറക്കി കഴിഞ്ഞാൽ വേഗം തന്നെ അരിപ്പയിലിട്ട് നമുക്ക് പിഴിയാം. നമുക്ക് പിന്നെ കുറച്ചധികം പാല് വേണോണ്ടിട്ട് അരമുറി തേങ്ങ എടുത്തിട്ട് ഞാൻ, കാരണം ഇവിടെ പാലിന് ഭയങ്കര ക്ഷാമമായിരിക്കും. അപ്പോൾ ഞാനത് ഓട്ടടാകുമ്പോൾ കുറേ പാൽ വേണ്ടി വരും കേട്ടോ. പിന്നെ പാലൊക്കെ പിഴിഞ്ഞ് ഞാൻ അതിൽ കുറച്ചൊരു ഉപ്പിട്ടാൽ നമുക്കൊരു ബാലൻസായി നിൽക്കും കേട്ടോ. അപ്പോൾ ഓട്ടടയും പാലും ആട്ടോ എനിക്കിഷ്ടം. നാസ്തയിൽ കറിയിൽ വേറെ എന്തെങ്കിലും ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല. ഓട്ടടക്ക് ഞങ്ങൾ പാലാട്ടോ കൂട്ടണം, എനിക്ക് എന്തോ പാല് കൂട്ടി കഴിക്കണം ഇഷ്ടം. അതിനിടയിൽ ചായയൊക്കെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ അടുത്ത പാർട്ടിൽ വരാം. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ടാറ്റാ.